കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. റൂമിലെത്തിയ നിധിയോട് ഡോർ ലോക്ക് ചെയ്യാനും അല്ലെങ്കിൽ അച്ഛനോ അരുണേട്ടനോ റൂമിലേക്ക് എത്തുമെന്നും സുധീഷ് പറയേ. അവരെന്തിനാ ഇനി ഇങ്ങോട്ട് വരുന്നതെന്ന് നിധിയും ഓ ശരിയാണല്ലോ, അവരെന്തിനാ ഇനി ഇങ്ങോട്ട് വരുന്നേ എന്ന് ചിരിയോടെ പറഞ്ഞ് ചോറിലെ വിഷം കലക്കി തരണോ അതോ കാറ് കയറ്റി കൊല്ലണോന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് സുധീഷ് പിറുവിറുക്കുന്നത് കാണേ. എന്താ പിറുവിറുക്കുന്നതെന്ന് നിധിയും അല്ല, കുറച്ച് നാളുകൾക്ക് ശേഷം സംഭവിച്ച റീയൂണിയൻ അല്ലേ, അപ്പോ അവർക്ക് പറയാൻ കുറെ കാര്യങ്ങളുണ്ടാവുമല്ലോ, ഇനിയും വന്നുകൂടായികയില്ല എന്ന് ഞാൻ പറയായിരുന്നു എന്ന് സുധീഷും. ഏതായാലും ഇന്നിനി വരാൻ പോകുന്നില്ല, ഇനിയും 4-5 ദിവസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നിധി ഡോർ ലോക്ക് ചെയ്യുമ്പോഴേക്കും സുധീഷും അതെ നല്ല തണുപ്പ്, പുതയ്ക്കാൻ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചോദിക്കേ. പിന്നെന്താന്ന് പറഞ്ഞ് നിധി അലമാരയിൽ നിന്ന് പുതയ്ക്കാൻ എടുത്തു കൊടുക്കുകയാ. താങ്ക് യു പറഞ്ഞ് സുധീഷ് നിലത്തേക്ക് കിടക്കാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് വേണമെങ്കിൽ കട്ടിലിൽ കിടന്നോളൂ, ഞാൻ നിലത്ത് കിടന്നോളാമെന്ന് നിധിയും. അയ്യോ ഇയാളാ മുകളിൽ കിടക്കേണ്ടേ, ഞാൻ ഈ തറ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അത് ശരിയാ, പക്ഷേ ചില സമയത്തെ തറ സ്വഭാവമുള്ളൂ, എപ്പോഴുമില്ല, ലൈറ്റ് ഓഫ് ചെയ്യണമെന്നില്ലല്ലോ എന്ന് നിധി ചോദിക്കേ. അല്ല ഇങ്ങനെ മുഴുവനായി കത്തിക്കിടക്കാതെ ചെറിയൊരു വെളിച്ചം മാത്രമാണെങ്കിൽ എന്ന് സുധീഷും. ശരിയെന്ന് പറഞ്ഞ് അവൾ മെയിൻ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴേക്കും ബെഡ് ലാമ്പിന്റെ വെളിച്ചം കണ്ട് ഇതാണോ ചെറിയ വെളിച്ചം എന്ന് സുധീഷും. അതിരുന്നോട്ടെ എന്ന് പറഞ്ഞ് അവളും കിടക്കുകയാ. ഉറങ്ങിയോ എന്ന് താഴെ കിടക്കുന്ന സുധീഷ് വിളിച്ച് ചോദിക്കേ. ഇപ്പൊ വന്ന് കിടന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് ഉറങ്ങാനായോ എന്ന് നിധിയും. എന്ന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ദേഷ്യപ്പെടരുത് എന്ന് സുധീഷ് ചോദിക്കേ. അത് ഇയാളുടെ ചോദ്യം കേട്ടിട്ട് തീരുമാനിക്കാമെന്ന് നിധി. അതല്ല ഇയാൾക്ക് പേടിയൊന്നും ഇല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. എന്ത് പേടി എന്ന് നിധിയും. അല്ല നമ്മുടെ വീട്ടിലെ ഇയാളുടെ മുറിയുടെ വാതിക്ക പോലും ഞാൻ വന്നു നിന്നാൽ അയ്യോ സുഭാഷേട്ടാ അതെ സുധീഷ് വന്നിരിക്കുന്നു ബഹളം വെക്കുന്ന ആളല്ലേ, പക്ഷേ അതേ ആള് ഇപ്പോ എന്റെ കൂടെ ഒരേ മുറിയിലെ വാതിലൊക്കെ കൂട്ടിയിട്ടിട്ട് പേടിയില്ലാതെ കിടക്കുമ്പോഴേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഹലോ ഇതെന്റെ അച്ഛന്റെ വീടാ, ഈ വീട്ടിലെ എന്റെ അച്ഛനും അമ്മയും ചേട്ടത്തിയും ചേട്ടനും എല്ലാരും ഉണ്ട്, അങ്ങനൊന്നും നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് നിധിയും. അതുകൾക്ക് സുധീഷ് കളിയാക്കി ചിരിക്കണ കണ്ട് എന്താ ചിരിക്കുന്നേ എന്ന് നിധിയും. അതല്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇയാൾ എന്ത് പറഞ്ഞ് നിലവിളിക്കുമെന്നോത്ത് ചിരിച്ചു പോയതാണേ എന്ന് പറഞ്ഞവൻ ചിരിയോടെ അയ്യോ അയ്യോ എല്ലാരും ഓടി വരണേ, എന്റെ ഭർത്താവ് എന്നെ കയറി പിടിക്കാൻ വന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കോ എന്ന് സുധീഷ് ചോദിക്കേ. അങ്ങനല്ല നിലവിളിക്ക, എന്നെ കൊല്ലുന്നേന്ന് പറഞ്ഞാ നിലവിളിക്ക, അലറിക്കരയും, അപ്പോ എല്ലാരും കൂടി വാതില് ചവിട്ടി പൊളിക്കും. 1-2 പറഞ്ഞു തുടങ്ങിയപ്പോ സുധീഷ് എന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലം വരുന്നു എന്ന് പറഞ്ഞ് അലറിക്കരയും എന്നവൾ പറയുന്നത് കേട്ട് സുധീഷും പായിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അയ്യോ ഭയങ്കരി എന്ന് പറയേ. അപ്പോ കൂടുതൽ ആലോചിക്കാതെ കിടന്നുറങ്ങ് എന്ന് പറഞ്ഞവൾ കിടക്കുമ്പോഴേക്കും സുധീഷും കിടന്നുകൊണ്ട് എന്നാലും ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറയേ. എന്ത് പ്രശ്നമെന്ന് നിധിയും. അതോടുകൂടി എന്നെ തല്ലിക്കൊല്ലാൻ ഒരവസരമാവും അവർക്ക്, ഇയാളെ പിടിച്ച് ആ ഓസ്ട്രേലിയൻ കങ്കാരുവിനെ കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോഴോ എന്ന് സുധീഷിന്റെ ചോദ്യങ്ങൾക്ക് പൊടക്കോരങ്ങായെന്ന് നിധിയും. എനിക്കിപ്പോ പണ്ടത്തെ പോലെ ഇയാളെ പേടിയൊന്നുമില്ല, ഇയാളൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് നിധി ചെരിഞ്ഞുകിടന്ന് ചിരിക്കുമ്പോഴേക്കും സുധീഷും സന്തോഷത്തോടെ ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വല്ലതും വേണോ എന്ന് നിധി വീണ്ടും ചോദിക്കേ. ഇവിടെ കുപ്പിയിലുണ്ടല്ലോ വെള്ളം, പിന്നെന്തിനാ വെള്ളമെന്ന് സുധീഷ് ചോദിക്കേ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന് നിധിയും. ഇനി രാവിലെ എഴുന്നേൽക്കുന്നത് വരെ എനിക്ക് ഒരാവശ്യവുമില്ല എന്ന് സുധീഷ് പറയേ. എന്റെ അച്ഛനും ചേട്ടനും സുധീഷിനോടുള്ള ദേഷ്യം പോയി ശ്രദ്ധിച്ചില്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. പിന്നെ അന്ന് വീട്ടിൽ കയറി വന്നതിന് ശേഷം ഞാൻ അത് തന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയല്ലേ, ഭീഷണിയേ ഇല്ല, പകരം സ്നേഹം, വാത്സല്യം, ദയ, കാരുണ്യം ഇങ്ങനെ മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ലാട്ടോ. സ്നേഹത്തോടുകൂടി മാത്രം സംസാരിക്കുന്ന ഒരമ്മായി അച്ഛനും സൽക്കരിക്കാനായി മാത്രം നടക്കുന്ന ഒരനിയനും, ഈ ഭാര്യ വീട്ടിൽ പരമസുഖം എന്നൊരു സിനിമ പോലെ മനോഹരമായൊരു കുടുംബജീവിതം എന്നവൻ പറയുന്നത് കേൾക്കേ. ഹലോ അങ്ങനെ വല്ലാതെ പരിഹസിക്കൊന്നും വേണ്ട, അങ്ങനെ ഓവറായിട്ട് കാണിക്കുന്നില്ലെങ്കിലും ദേഷ്യം കാണിക്കുന്നില്ലല്ലോ എന്നവൾ ചോദിക്കുകയാ. ഏയ് ഒട്ടും കാണിക്കുന്നില്ല, ഞാൻ ഇയാളെ കളിപ്പിക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതാണേ എന്ന് സുധീഷ് പറയേ. അല്ലെങ്കിലും സുധീഷിന് കുറ്റം പറയാൻ ഇത്തിരി ഉത്സാഹം കൂടുതലാ എന്ന് നിധിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അല്ല ഇയാൾക്ക് എന്താ ഉറങ്ങാനുള്ള പ്ലാനൊന്നുമില്ലേ എന്ന് സുധീഷ് ചോദിക്കേ. കുറെ നാള് കൂടിയിട്ട് എന്റെ മുറിയിലേക്ക് വന്നതല്ലേ, ഈ മുറിയായിരുന്നു എന്റെ ലോകം, ഓരോന്ന് ഓർക്കുമ്പോ ഉറക്കം വരാൻ പാടാ അവൾ പറയേ. നിധി ഇയാള് ശരിക്കും ഒരു പാവാട്ടാ എന്ന് സുധീഷും. അതുകൾക്ക് സംശയത്തോടെ എന്താ അങ്ങനെ പറഞ്ഞേ എന്ന് നിധി ചോദിക്കും. ഈ മുറിയും സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോഴാ ഇയാൾ എന്റെ വീട്ടിൽ എന്തുമാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നെന്ന് എനിക്ക് മനസ്സിലായത്. നമുക്ക് അവിടെയും ഇയാളുടെ മുറിയിൽ ഒരു AC വെക്കാം, പിന്നെ നല്ലൊരു ബെഡും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാട്ടോ എന്താ എന്ന് സുധീഷ് ചോദിക്കേ. സുധീഷേ എന്ന് നിധി വിളിക്കുന്നുണ്ട്. എന്തോ എന്ന് സ്നേഹത്തോടെ സുധീഷ് വിളികൾക്ക്. ആദ്യം ആ സുഭാഷ് ഏട്ടനെ എല്ലാ ഭാരവും ചുമക്കാൻ വിടാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യേ, എന്നിട്ടാവാം AC-യും സൗകര്യങ്ങളുമൊക്കെ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞവൾ തിരിഞ്ഞു കിടക്കുമ്പോഴേക്കും സുധീഷും ഗുഡ് നൈറ്റ് പറഞ്ഞ്
തലയുയർത്തി നോക്കുമ്പോഴേക്കും കട്ടിലിൽ തിരിഞ്ഞു കിടക്കുന്ന നിധിയെ കാണേ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കാണോ, അല്ലെങ്കിൽ മുഖമെങ്കിലും കണ്ടു കിടക്കായിരുന്നു എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടക്കുമ്പോഴേക്കും നിധി സുധീഷിന്റെ സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുകയാണ്. സുധീഷ് വീണ്ടും തലയുയർത്തി നോക്കുമ്പോഴേക്കും ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്ന നിധിയെ കാണേ സന്തോഷത്തോടെ അവൻ എഴുന്നേറ്റിരുന്ന് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിപ്പ. അവിടെ സുധീഷിന്റെ വീട്ടിൽ ഡൈനിങ് ഹാളിൽ പാ വിരിച്ച് മൊബൈലിൽ നോക്കി കിടക്കുകയാണ് ഹരീഷ്. സുഭാഷേട്ടനും അങ്ങോട്ട് വന്ന് തന്റെ പായെടുത്ത് വിരിക്കുമ്പോഴാണ് ഉമ്മറത്തിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന നികേഷിനെ കാണുന്നത്. സമയം കുറെ ആയില്ലേ, ഇനി രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കേ, ഇപ്പോൾ വന്നു കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് സുഭാഷേട്ടൻ വിളിച്ചു പറയാം. ഇല്ലേട്ടാ, നാളെ പരീക്ഷയുണ്ടെന്നേ, കുറച്ച് ഇവിടെ ഇരിക്കട്ടെ എന്ന് നികേഷ്. കാപ്പി ഇട്ട് തരട്ടെ എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. വേണ്ടേട്ടാ, ഏട്ടൻ കിടന്നോ, ഞാൻ വന്നോളാം എന്ന് നികേഷും. അത് കേൾക്കെ സുഭാഷേട്ടനും പായിലേക്ക് കിടക്കാൻ തുടങ്ങുന്നേരം സൈക്കിളിൽ പാട്ടും പാടിക്കൊണ്ട് അച്ഛനും അങ്ങോട്ടെത്തുകയാണ്. സൈക്കിൾ നിർത്തി സൈക്കിളിൽ തൂക്കിയ പാർസൽ കവറും എടുത്ത് അച്ഛൻ ഉമ്മറത്തെ കാട്ടിലേക്ക് വന്നിരുന്ന് റേഡിയോയിൽ ആത്മവിദ്യാലയമേ എന്ന പാട്ട് വെക്കുകയാണ്. കൂടെ പാടിക്കൊണ്ട് തത്വചിന്തയാണല്ലോ, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് കൂടെ പാടിക്കൊണ്ടിരിക്കെ തന്റെ പഠിത്തം ഡിസ്റ്റർബായ നികേഷും ആ പാട്ടൊന്ന് നിർത്തോ, ഞാൻ പഠിക്കുന്നത് കാണുന്നില്ലേ എന്ന് ചോദിക്കേ. എടാ, നിനക്ക് ഇവിടെ തന്നെ പഠിക്കണമെന്ന് നിർബന്ധമാണോ, അകത്തെങ്ങാനും പോയി ഇരുന്നൂടെ എന്ന് അച്ഛനും. അദ്ദേഹം വീണ്ടും പാട്ടിനൊത്ത് താളം പിടിച്ചുകൊണ്ടിരിക്കെ നികേഷും ദേഷ്യത്തോടെ എഴുന്നേറ്റ് ചെന്ന് ആ പാട്ട് ഓഫ് ചെയ്യുകയാണ്. വീണ്ടും അവൻ ചെന്ന് പഠിക്കാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛൻ റേഡിയോ എടുത്തു വെച്ച് തന്റെ പാർസൽ എടുത്ത് എടാ CF ചിക്കൻ ഫ്രൈഡ് റൈസാ, വാ വന്ന് കഴിക്ക്, കുറച്ച് കഴിച്ചോ, ഇന്നാടാ കുറച്ച് വന്ന് കഴിക്കടാ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും നികേഷ് അത് മൈൻഡ് ചെയ്യാതെ പഠിച്ചുകൊണ്ടിരിക്കുക. ഓ, നിനക്ക് ഞാൻ കൊണ്ടുവരുന്നതൊന്നും പിടിക്കത്തില്ലല്ലോ, ഏട്ടൻ വെച്ചുണ്ടാക്കുന്നതല്ലേ കേമം എന്ന് പറഞ്ഞ് കഴിക്കാൻ തുടങ്ങുകയാ. ആ സൂപ്പർ എന്ന് പറഞ്ഞ അച്ഛൻ കഴിക്കുന്നതിനിടയിലാണ് ചോറ് നെറുകയിൽ കയറി ചുമയ്ക്കുന്നത്. അത് ശ്രദ്ധിച്ചിരുന്ന നികേഷിനോടായി ചുമയോടുകൂടി വെള്ളം താ എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും നികേഷ് അകത്തേക്ക് പോയി വെള്ളം എടുത്തുകൊണ്ട് വരിക. അദ്ദേഹം വെള്ളമെടുത്ത് കുടിച്ചോണ്ട് മനുഷ്യൻ വറ്റും നെറുകയിൽ കയറി ചുമച്ച് ചാവാൻ പോകുമ്പോ ചാവട്ടെ എന്ന് കരുതാണോടാ വേണ്ടത്? ഒരിറ്റി വെള്ളം കൊണ്ടുവരാൻ ഇത്ര നേരം വേണോടാ? ഞാൻ കെഞ്ചിയിട്ട് വേണോടാ അത് എടുത്തു തരാൻ? നിന്നെയൊക്കെ വിശ്വസിച്ച് ഈ വീട്ടിൽ എങ്ങനെ കിടക്കുമിടാ? ഉറക്കത്തിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ പോലും നീയൊക്കെ മടിക്കില്ലല്ലോ. ചുടി കഴിച്ചിരുന്നെങ്കിൽ മനുഷ്യന്റെ ജീവൻ പോയൻ എന്നൊക്കെ അവന് വഴക്ക് പറഞ്ഞ് അച്ഛൻ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നികേഷ് അന്ന് അമ്മയുടെ ഫോട്ടോ കണ്ട സമയത്ത് അച്ഛനെ ചോദ്യം ചെയ്യുന്ന കാര്യം ഓർത്തെടുക്കുന്നത്. ഈ സ്ത്രീ നിങ്ങളുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടില്ല, ഇവരുടെ കയ്യിലേക്ക് എന്നെ എന്തിനാ ഇങ്ങനെ വെച്ചു കൊടുത്തത്? ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടണം എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കേ. നിനക്ക് ഉത്തരമല്ലേ വേണ്ടത്, ഞാൻ പറഞ്ഞു തരാം. നിന്റെ തള്ള പിന്നെ നിന്നെ അല്ലാതെ നാട്ടുകാരുടെ കുഞ്ഞിനെ എടുത്ത് ഒക്കത്ത് വെക്കോ എന്ന അച്ഛന്റെ ആ ചോദ്യം ഓർക്കെ അവൻ അച്ഛന്റെ അരികിലേക്ക് എഴുന്നേറ്റ് ചെന്ന് എന്താടാ ജീവനോടെ ഉണ്ടല്ലോ, എന്നാ പിന്നെ കഴുത്ത് നിരിച്ചങ്ങ് കൊന്നുകളയാമെന്ന് കരുതി വന്നതാണോ എന്ന് ചോദിച്ചച്ഛൻ കഴിച്ചോണ്ടിരിക്കെ എന്റെ അമ്മ ഇപ്പൊ എവിടെയുണ്ട് എന്ന് നികേഷ് ചോദിക്കുകയാ. നിമിഷം കഴിക്കുന്ന നിർത്തി അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഭാസ്കരൻ ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ? സുഭാഷേട്ടന്റെ അമ്മ മരിച്ചു എന്ന് എല്ലാവർക്കും അറിയാം, അവര് നിങ്ങളെ കൊന്നിട്ടാ ജയിലിൽ പോയെന്ന് ഞങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. എന്റെ അമ്മ എവിടെയുണ്ട്, അവരെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതല്ല, പിന്നെ എങ്ങോട്ടാ എന്റെ അമ്മ പോയത്? ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ ഇല്ലയോ, അതോ അവരെന്തെങ്കിലും ചെയ്തോ, എന്താ നടന്നെങ്കിലും പറഞ്ഞൂടെ എന്ന് നികേഷ് ചോദിക്കും. ഒരു മൊന്ത വെള്ളം തന്നതിനാണോടാ ഇങ്ങനെ 1.5 ഡസൻ ചോദ്യങ്ങള്? പറയാൻ മനസ്സില്ല, പോടാ എന്ന് അച്ഛനും. എന്റെ അമ്മയെ പറ്റി എനിക്കറിയണ്ടെന്ന് നികേഷ് ചോദിക്കേ. അറിയണ്ട എന്ന് അച്ഛനും. അവരിപ്പോ എവിടെ ഉണ്ടെന്നെങ്കിലും എന്ന് നികേഷ് ചോദിക്കേ. സൗകര്യമില്ലെന്ന് പറഞ്ഞില്ലേ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ എന്ന് അച്ഛൻ. അത് കേൾക്കാൻ നികേഷും ദേഷ്യത്തോടെ നിങ്ങളൊരു മനുഷ്യനാണോ ചോദിക്കേ. ഈ ചോദ്യമല്ലേ ഞാൻ എന്നും കേൾക്കുന്നത്, മനുഷ്യനല്ലെന്ന് മനസ്സിലായതാണല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? രാത്രി നേരത്തെ ചോദ്യത്തിന് മേലെ ചോദ്യവുമായിട്ട് വന്നിരിക്കുക, പോടാ പോയി 4 അക്ഷരം പഠിക്കാൻ നോക്കുന്ന അച്ഛൻ പറയുമ്പോഴേക്കും നികേഷ് പടിക്കെട്ടിനരികിലേക്ക് പോയി പുസ്തകവും എടുത്ത് വായിക്കാനിരിക്കുന്നുണ്ടെങ്കിലും ടെൻഷനോടെ അത് അടച്ചു വെച്ച് വീണ്ടും അച്ഛൻ എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാ. അവരുടെ അമ്മ അവരെ എടുത്തു നിൽക്കുന്ന ഫോട്ടോ നീ കണ്ടില്ലേ, അതുപോലെ നിന്റെ അമ്മ നിന്നെ എടുത്തു നിൽക്കുന്ന ഫോട്ടോയാ ഇത് എന്നച്ഛൻ പറയുന്നതോർക്കെ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് സങ്കടത്തോടെ ഇരിക്കുകയാ നികേഷും. പിന്നീട് രാവിലെ ആവുമ്പോ നീതു ഹരീഷിന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. അവിടെ ബ്രഷ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്ന ഹരീഷും മൊബൈലിൽ മെസ്സേജ് വരുന്ന ശബ്ദം കേട്ട് ആരത് എന്ന് പറഞ്ഞ് എടുത്തു നോക്കുമ്പോഴേക്കും നീതുവിന്റെ മെസ്സേജാണെന്ന് കണ്ട് പെട്ടെന്ന് തന്നെ അവൻ ചെന്ന് വായും മുഖവും എല്ലാം കഴുകി ഓടിച്ചെന്ന് സന്തോഷത്തോടെ ആ മെസ്സേജ് എടുത്ത് വായിക്കുകയാണ്. ചുറ്റും ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി അവൻ സന്തോഷത്തോടെ അതിന് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ഉമ്മറത്തേക്ക് കയറിയ നികേഷും ഹരീഷിനെ കാണെ എന്താ ഒരു ഇളക്കം എന്ന സംശയത്തോടെ നോക്കി നിന്ന് അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പുറത്തുനിന്ന് നീതുവും ഇത് കുറെ നേരമായല്ലോ ടൈപ്പ് ചെയ്യുന്നു, ഒന്നും കാണുന്നില്ലല്ലോ, ഇനി കാര്യമായിട്ട് വല്ലതും എഴുതിക്കൂട്ടാണോ, പറയാൻ പറ്റാത്തത് എഴുതുന്നതാവോ, പക്ഷേ പുള്ളി ആ ടൈപ്പല്ലല്ലോ എന്നൊക്കെ സംശയത്തോടെ ആലോചിച്ച് നിൽപ്പാം. വീണ്ടും അടുക്കളപ്പുറത്തുകൂടി ചായയുമായി അങ്ങോട്ടെത്തുന്ന നികേഷും കഴിഞ്ഞില്ലേ ഇതുവരെ എന്ന് പറഞ്ഞ് അവന്റെ അരികിലേക്ക് ചെന്ന് മൊബൈലിലേക്ക് എത്തി നോക്കിക്കൊണ്ട് നിന്ന് എന്താണ് പരിപാടി എന്ന് ചോദിക്കേ. ഹരീഷും ഒരു ഞെട്ടലോടെ എന്ത് പരിപാടി, ഒന്നുമില്ല എന്ന് പറയുക. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, കുറെ നേരമായി ടൈപ്പ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, പിന്നെയും ടൈപ്പ് ചെയ്യുന്നു, പിന്നെയും ഡിലീറ്റ് ചെയ്യുന്നു, മുഖത്ത് ഇതുവരെ ഇല്ലാത്തൊരു എക്സ്പ്രഷനും
എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് സംശയത്തോടെ നികേഷും പറയുകയാണ്. നീ എന്താ ഈ പറയണേ? എന്റെ മുഖത്ത് എന്ത് എക്സ്പ്രഷൻ? ഒരു ഫ്രണ്ട് വണ്ടിയുടെ മോഡലിനെ പറ്റി പറയാനായിട്ട് എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും ഫ്രണ്ട് മോഡലിനെ പറ്റി എന്നോട് തന്നെ വേണം ഈ പുളുവടി ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഹരീഷിനുള്ള ചായയുമായി അങ്ങോട്ടെത്തുന്ന സുഭാഷ് ചേട്ടനും നീ എന്താണ് നികേഷെ ഹരീഷിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണോ എന്ന് ചോദിച്ച് ചായ ഹരീഷിന് കൊടുക്കുക. നികേഷും സുഭാഷിനോടായി സുഭാഷ് ചേട്ടാ ഹരീഷേട്ടനിപ്പോ എപ്പോ നോക്കിയാലും ഫോണില്ല, പക്ഷെ ആരോടാ സംസാരിക്കുന്നതെന്ന് മാത്രം അറിയില്ല എന്ന് സംശയത്തോടെ പറയേ ഇവൻ ഇതെന്ത് അതൊരു കസ്റ്റമറാടാ എന്ന് ഹരീഷ്. കസ്റ്റമർ എന്ന് പറഞ്ഞ് നികേഷ് നിൽക്കേ അല്ല സുഭാഷ് ചേട്ടാ ഈ ബാത്റൂമിന്റെ പണി എപ്പോഴാ തുടങ്ങണേ എന്ന് ഹരീഷും ചോദിക്കും. എടാ പണിക്കാരൊക്കെ ഇപ്പൊ കുറവാ, കുറെ പെയിന്റിങ്ങിന്റെ പണി കൂടി തീരാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് സുഭാഷ് ചേട്ടനും. ഹരീഷിന്റെ മറുപടിയൊന്നും കാണാഞ്ഞ് നീതുവും അവന്റെ മൊബൈലിലേക്ക് വിളിക്കുകയാണ്. ചായ കുടിച്ചോണ്ടിരിക്കുന്ന ഹരീഷിന്റെ മൊബൈൽ റിങ് ചെയ്യുമ്പോഴേക്കും അവൻ ഞെട്ടിപ്പിടിഞ്ഞെഴുന്നേറ്റ് കസ്റ്റമറാ, വണ്ടിയുടെ കാര്യം പറയാനേ എന്ന് പറയേ ഏത് വണ്ടി എന്ന് സംശയത്തോടെ നികേഷ്. എടാ നിനക്കറിയില്ല എന്ന് ഹരീഷ് പറയേ ഓ എനിക്കറിയാൻ പാടില്ലാത്ത വണ്ടി, നടക്കട്ടെ നടക്കട്ടെ എന്ന് കളിയാക്കുമ്പോഴേക്കും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഹരീഷ് അപ്പുറത്തോട്ട് മാറി നിന്ന് കോൾ അറ്റൻഡ് ചെയ്യുക. കുറെ നേരമായി ഞാൻ നോക്കിയിരിക്കുന്നു, ടൈപ്പ് ചെയ്യുന്നതല്ലാതെ ഒന്നും ഇങ്ങോട്ട് എത്തുന്നില്ലല്ലോ, ഇത്ര നേരം നീ എന്താ എഴുതുന്നേ എന്ന് നീതു ചോദിക്കില്ല. ഗുഡ് മോർണിംഗ് ഇട്ടതാ എന്ന് ഹരീഷ്. എന്നിട്ട് ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ എന്ന് നീതു ചോദിക്കേ. അല്ല അതിന്റെ കൂടെ എന്തിടണമെന്ന് അറിയില്ല, പകരം എന്താ ഇടണ്ടേന്ന് ആലോചിച്ചതാ എന്നവൻ പറയുമ്പോഴേക്കും സുഭാഷ് ചേട്ടനും നികേഷും അവൻ സംസാരിക്കുന്നതിന്റെ അപ്പുറത്തുള്ള വരാന്തയിലേക്ക് വന്ന് അവനെ ശ്രദ്ധിച്ചോണ്ട് നിൽപ്പാ. എന്നാ പിന്നെ ലിവർ ഇടായിരുന്നില്ലേ എന്ന് നീതു ചോദിക്കേ. അതും ഇതിലുണ്ടോ എന്ന് ഹരീഷ് ചോദിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അപ്പുറത്ത് മാറി നിന്ന് തന്നെ ശ്രദ്ധിക്കുന്ന സുഭാഷ് ചേട്ടനെയും നികേഷിനെയും കാണുന്നത്. ഒരു ഞെട്ടലോടെ അതെ ഞാൻ പിന്നെ വിളിക്കാവേ എന്ന് പറഞ്ഞവൻ കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും എപ്പോഴും എന്തിനാ കട്ട് ചെയ്യുന്നേ, അപ്പോഴേക്കും തിരക്കായോ ഞാനൊന്ന് പറയട്ടെ എന്ന് നീതുവും. അതൊന്നും വകവെക്കാതെ പെട്ടെന്ന് തന്നെ ഹരീഷ് കോൾ കട്ട് ചെയ്ത് പോവുകയാണ്. അവനൊരു പരുങ്ങലോടെ ഉമ്മറത്തിൽ കയറി ജോലിക്ക് പോവാൻ സമയമായി ചെല്ലട്ടെ എന്ന് സുഭാഷ് ചേട്ടനോട് പറഞ്ഞ് അകത്തോട്ട് കയറി പോകുമ്പോഴേക്കും ആ പോയ എഞ്ചിന് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്, ഒരു നോട്ടം അങ്ങോട്ടും നല്ലതാ എന്ന് നികേഷ് പറയേ. ഏയ് പോട്ടടാ, അവൻ ഇങ്ങനെ ചിരിച്ചൊക്കെ കാണുന്നത് ഒരു സന്തോഷമല്ലേ, അല്ല നിനക്കിന്ന് എക്സാം ഇല്ലേ പോവാൻ നോക്കുന്ന സുഭാഷ് ചേട്ടൻ പറയുമ്പോഴേക്കും നികേഷും അകത്തോട്ട് കയറി പോവുകയാണ്. അവിടെ നിധിയുടെ വീട്ടിലും രാവിലെ ആവുമ്പോൾ രാജീവും അരുണും കൂടി സുധീഷിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക. രാജീവ് പറയുന്നുണ്ട് ഇന്നലെ അവനെ ആ പഴയ സ്ഥലത്തു തന്നെ കിടത്തണമായിരുന്നു. അത് കേൾക്കെ അരുണും ഞാൻ എന്ത് ചെയ്യാനാച്ചാ, അവന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കേൾക്കെ രാജീവും തന്റെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് മണി 8 അവനെ പള്ളി ഉറക്കം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ സമയമായിട്ടില്ല എന്ന് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഹേമ അവർക്കുള്ള ചായയുമായി അങ്ങോട്ടെത്തുകയാണ്. അവർ ചായ എടുത്ത് കുടിക്കുമ്പോഴേക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞ നിധിയും അങ്ങോട്ടെത്തുകയാണ്. അവളെ കണ്ട് സന്തോഷത്തോടെ ഗുഡ് മോർണിംഗ് മോളെ എന്ന് രാജീവ് പറയുന്നത് കേട്ട് ഒരു ചിരിയോടെ നിൽക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുഭാഷ് ജോലി സ്ഥലത്ത് വെച്ച് ബയ്യയുടെ സഹോദരിയെ കണ്ടുമുട്ടുന്നതും തന്റെ വീട്ടുകാരോട് സുഭാഷ് ചേട്ടനെയും വീട്ടുകാരെയും നിധി പുകഴ്ത്തി പറയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.